കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 2025 ആദ്യത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നിപ്പം ജാനുവരി 2 നമുക്ക് നമ്മുടെ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഈ വർഷത്തെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കാലിഫോർണിയയിലെ ലിവർമോറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നാളെ രാവിലെ നമുക്ക് പോയിട്ട് ഇവിടെ ഒൻറ്റാറിയോയിലെ ലെമിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലോഡ് എടുത്തുകൊണ്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഓട്ടോ പാർട്സ് തന്നെയായിരിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ പോയി അത് നോക്കി അതിൻ്റെതായ പരിപാടികൾ നോക്കാം. ഇന്നിപ്പോൾ ഇവിടെ രാത്രി 9:30 ആയി. വൈകുന്നേരം ആയപ്പോഴാണ് ട്രിപ്പ് വന്നത്. കാരണം ഇപ്പം ലോങ് വീക്കെൻഡൊക്കെ ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ അവധിയായിരുന്നല്ലോ, വെയർ ഹൗസിലും കാര്യങ്ങളും എല്ലാവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നിപ്പോൾ 1-ാം തീയതിയിലത്തെ അവധിയും കഴിഞ്ഞ് 2-ാം തീയതി തുടങ്ങി കഴിഞ്ഞ് നമ്മുടെ യാഡിൽ നിന്നുള്ള ഫസ്റ്റ് വണ്ടി നമ്മുടെയാണ് പോകാൻ പോണത്. എന്തായാലും 2 ആഴ്ചത്തെ അവധിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കയ്യിലുള്ള പൈസയെല്ലാം തീർന്നു. അപ്പോൾ ട്രിപ്പ് വരാനാണെങ്കിലും നമ്മൾ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഇറങ്ങുന്ന ഞായറാഴ്ചത്തേക്ക് വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്. അപ്പോൾ നാളെയും വേറെ ലോഡൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ശനി ഞായറും എന്തായാലും വരാനും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ലോഡ് എടുത്ത് പയ്യെ അങ്ങ് തുടങ്ങാം. അപ്പോൾ വൈകിട്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പുറത്തൊക്കെ ഭയങ്കര സ്നോയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിപ്പോൾ ജാനുവരി 2. പയ്യെ വിൻ്റർ കട്ടി പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇവിടെ കാനഡയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒൻറ്റാറിയോ ഏരിയയിലൊക്കെ കേട്ടോ. ആൽബർട്ട, സസ്കച്ചവാനൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഓൾറെഡി നല്ല കനത്ത വിൻ്ററാണ്. നമുക്കിവിടെ കഴിഞ്ഞ ഇന്നലെ വരെ പ്ലസ്സൊക്കെ ഉണ്ടായിരുന്നു, +6ഉം +8 ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ മുതൽ -5 തൊട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് ഇച്ചിരി മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട്. നമ്മൾ ഒരു റൗണ്ട് രാവിലെ ക്ലീൻ ചെയ്താൽ എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടും കൂടെ പെയ്തു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വണ്ടിയെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. കാരണം നമ്മുടെ ഈ ട്രിപ്പ് നമുക്ക് വെളുപ്പിനെ 3:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. 5 മണി ആകുമ്പോഴേലും നമ്മൾ യാഡിൽ നിന്ന് വണ്ടി എടുത്താലേ നമുക്ക് രാവിലെ പോയി ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഒന്ന് ക്ലീനൊക്കെ ചെയ്യാം, അല്ലേ പിങ്കുവാനെ? അമ്മേ, മഞ്ഞ് പെയ്തുകൊണ്ടിരിപ്പുണ്ട്. പെയ്ത് തീർന്നെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തായിരുന്നേ. ക്ലീൻ ചെയ്തിട്ട് പോയാൽ നീന്യൂസിനാണേലും ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് കേട്ടോ. ഇപ്പം ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സ്ഥിതിക്ക് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് നിറയുള്ളേ. അപ്പം നമുക്ക് ഇവിടുന്ന് വെളുപ്പിന് 3 മണിയാകുമ്പോൾ ഇറങ്ങുവാൻ വേണം. അത് കാരണം ഒരു ഐഡിയ ഇല്ല, നമുക്ക് നോക്കാം. അപ്പോൾ മിക്കവാറും നീന്യൂസ് തന്നെ ക്ലീൻ ചെയ്യേണ്ട വരുമെന്ന് തോന്നുന്നു. അപ്പോൾ വേണ്ട, നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതൊക്കെയാണ് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റുകൾ കേട്ടോ. എന്തായാലും മഞ്ഞ് മാറ്റാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് ഇനി ഫുഡൊക്കെ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ലോണ്ടറി ഒക്കെ എടുത്ത് വെച്ച് നമ്മുടെ ബാഗും സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു കുളി, പിന്നെ നേരെ കിടത്താം. അപ്പം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്ന പോലെ ഇതാണ് നമ്മുടെ സ്ഥിരം ഡയറ്റ്. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കിൻ്റെ അകത്ത് ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജല്ലേ. അപ്പോൾ നമുക്ക് ഒത്തിരി ഫുഡൊന്നും കൊണ്ടുപോയാൽ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്കും അർജുൻ ബാഗും കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കണ്ടെയ്നറുകളിൽ നമുക്ക് ചെറിയ മീൽസ്, അപ്പോൾ കാലറി ഡെഫിസിറ്റ് നിൽക്കാൻ പാകത്തിനുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫുഡ് കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ വാൾമാർട്ടിൽ കയറി അവിടെ നമ്മൾ മേടിക്കും. ഗ്രിൽഡ് ചിക്കൻ, അതോടൊപ്പം കുറച്ച് ഗ്രിൽഡ് വെജീസ്, കുറച്ച് പുഴുങ്ങിയ മുട്ട. ഈ പുഴുങ്ങിയ മുട്ട എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിപ്ലോക്കിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് തോടിയിൽ നിന്ന് പൊളിക്കുകയല്ല, ഇതേപടി തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും. അപ്പോൾ ഒരു 5 ദിവസം അല്ല 6 ദിവസമൊക്കെ ഇത് സുഖമായിട്ടിരിക്കുക. നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം തോടിൻ്റെ അകത്തുനിന്ന് പൊട്ടിക്കും. പിന്നെ ഇത് കാർബോഹൈഡ്രേറ്റ്, ചോറല്ല നമ്മൾ സാധാരണ കൊണ്ടുപോകുന്നത്, കിനുവയാണ്. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് എമൗണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എനർജി പ്രൊവൈഡിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ മനസ്സിൻ്റെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അത്യാവശ്യം ഡയറ്റ്. സാധാരണ ഗതിയിൽ നമ്മുടെ നീനൂസാണ് ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് എടുത്ത് വെച്ച് തന്നു വിടുന്നത് കേട്ടോ. പക്ഷെ ഇന്ന് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലീവ് ചെയ്യുന്ന ഒരു ദിവസം അല്ലല്ലോ. ഇത് കാരണം നീനൂസാണ് ജോലിക്ക് പോയേക്കുക. അവൾക്ക് നൈറ്റ് ഷിഫ്റ്റാണ് സാധാരണ ഗതിയിൽ. അപ്പോൾ എന്തായാലും അവളില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും എല്ലാം കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടാണ് അവൾ പോയത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതെല്ലാം എടുത്തു വെച്ച് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ പിങ്കിമ എന്താണ്ട് യൂട്യൂബ് ഷോർട്സും കണ്ട് ബർത്ത്ഡേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്.
ഇതെന്നാടാ ചക്കരെ? It's for my birthday because it is happening on January 6th and right now is January 2nd. So wait. ഓക്കെ, ഇത് കാണിച്ചേ. ജാനുവരി 6-നാണ് പിങ്കിമോന്റെ ബർത്ത്ഡേ. പിങ്കിമോൻ 9 വയസ്സാവും അല്ലേ? Yeah. ഇതെന്നാ ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞു. So like the theme is like kind of like movie theater. We're gonna do it at home. And മലയാളത്തിൽ പറയാവോ? മലയാളത്തിൽ പറ. അപ്പം വീട്ടിൽ ചെയ്യാൻ പോവാ. ഇത് വീട്ടില് മൂവി നൈറ്റാ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലേ? ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പിങ്കിമോന്റെ ജസ്റ്റ് നെയ്ബേഴ്സ് 3 എണ്ണം മാത്രം. സിനിമ ടിക്കറ്റ്സ് വിക്കഡ് കാണിച്ചേ. നമ്മൾ കാണാൻ പോകുന്നത് വിക്കഡ് ഒരു സിനിമയാ. അത് കഴിഞ്ഞിട്ട് 5 PM ജെയിംസ് ഹൗ. അത് കാണിക്കുക, അപ് ക്ലോസ് കാണിക്കുക. ഓക്കെ, അതെ. പിങ്കിമോൻ പ്രിപ്പയർ ചെയ്ത സിനിമ ടിക്കറ്റാ. അപ്പം പിങ്കിമോനും കൂട്ടുകാർക്കും കൂടെ ഇരുന്ന് കാണാം അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഫുഡെല്ലാം എടുത്തു വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ പരിപാടികളുള്ളൂ. ഇനി ഒരു കുളിയും കഴിഞ്ഞ് നേരെ കിടക്കുക. വെളുപ്പിന് 3 മണിക്ക് നമുക്ക് എണീറ്റ് പുറത്തിറങ്ങണം. എന്നാലേ നമുക്ക് 4:30 ആകുമ്പോഴത്തേക്ക് യാടി ചെന്ന് വണ്ടി എടുത്ത് 5 മണി ആകുമ്പോഴത്തേക്ക് യാടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. 9 മണിക്ക് ലെമിങ്ടണിൽ പോയി നമുക്ക് പിക്കപ്പ് ചെയ്യണം. ഏകദേശം 350 കിലോമീറ്ററാണ് നമുക്ക് ലെമിങ്ടണിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് രാവിലെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം രാവിലെ വെളുപ്പിനെ 3:30 കഴിഞ്ഞു. ഞാൻ എണീറ്റു. ഇതെൻ്റെ കണ്ണൊക്കെ ഇപ്പോഴും അങ്ങ് ഉറക്കം ശരിയായിട്ടില്ല. കാരണം കഴിഞ്ഞ അവധിയുടെയൊക്കെ ഇതായിട്ട് നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിൾ ശരിയാവാത്ത കാരണം മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. എന്തായാലും രാവിലെ എണീറ്റ് ഇപ്പോൾ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി നമുക്കിനി പുറത്തിറങ്ങി. നമ്മുടെ ജീപ്പിലൊക്കെ നിറയെ സ്നോ അടിച്ച് കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മൊത്തം ജീപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി വണ്ടി ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഓൺ ചെയ്തിട്ട് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് പോവാം. എന്തായാലും മഞ്ഞ് വീഴ്ച കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ജീപ്പിൻ്റെ മുകളിലേക്കുള്ള മഞ്ഞ് നമുക്കങ്ങ് ക്ലീൻ ചെയ്തേക്കാം. മഞ്ഞ് വീഴ്ച കുറവുള്ളത് നല്ല കാര്യം. അപ്പോൾ എന്തായാലും വണ്ടിയെല്ലാം പുറത്ത് കിടന്ന് വാമാവട്ടെ. നമുക്ക് അകത്ത് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പയ്യെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതാണ്ട് യോഗട്ട് ചെയ്ത് മിക്സ് ചെയ്ത കുറച്ച് ഓട്സും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രിൽ ചിക്കനിൽ ഇന്നലെ ഒരെണ്ണം പാത്രത്തിൻ്റെ അത് കയറുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രിൽ ചിക്കനും നമുക്കൊരു ടോസ്റ്റഡ് ബ്രെഡും കൂടെ, അതിൻ്റെ ഒപ്പം കോഫിയും. വെളുപ്പിനെ തന്നെ അതിശക്തമായ മഞ്ഞുവീഴ്ച കേട്ടോ. ഒരു വക കാണത്തില്ല റോഡ്. പിന്നെ ഒരു ഊഹം വെച്ച് നമ്മൾ തൊട്ടടുത്തുള്ള വരകളിങ്ങനെ ശ്രദ്ധിച്ച് പോവാ. നമ്മൾ ഈ ആടിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ഭായ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. 8 ദിവസത്തെ ഫസ്റ്റ് ട്രിപ്പിന് തയ്യാറാണോ? പിന്നല്ല, കുറെ നേരം വന്നിട്ട് ആണോ? യാർഡിൽ വരുമ്പോൾ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആ ഏരിയയിലേക്ക് മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഗുർജീത്തിനോട് ഞാൻ ഇന്നലെ വൈകിട്ട് ചോദിച്ചായിരുന്നേ. അപ്പോൾ അവൻ പറഞ്ഞ അവരവിടെ 2-3 ഉപയോഗിക്കുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുക്കാനായി 20 സ്റ്റാപ്പ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രാവിലെ 5 മണിയാകുമ്പോൾ പോകണം, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർ സാറിന് 2-3 ഒക്കെ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങോട്ടൊക്കെ ഭയങ്കര മഞ്ഞാ ബ്രോ. ഞാൻ വന്ന വഴിക്കേ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഹുക്ക് ചെയ്യാൻ പോകുന്ന ST5173 എന്ന് പറയുന്ന ട്രെയിലറാണ്. MT ട്രെയിലറാണ്. അതിൻ്റെ അകത്ത് ലോഡൊന്നുമില്ലേ. കാരണം നമുക്ക് ലെമിങ്ടണിൽ പോയത് ലോഡ് ചെയ്തുകൊണ്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്.
ട്രെയിലർ എല്ലാം ലോക്ക്ഡ് ആണ്, ലൈറ്റ് എല്ലാം തെളിയുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് എല്ലാം സേഫ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ കറൻ്റ് ഇവിടുത്തെ ടെമ്പറേച്ചർ -5 ആണ്. എന്നിട്ടും നമ്മുടെ ഡീസൽ വണ്ടിയാണല്ലോ, എന്നിട്ടും എന്താണ്ട് ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായി. 2 ആഴ്ച നമ്മൾ നിർത്തിയിട്ടിട്ടു. കാരണം എന്നാന്ന് ഇത് ഞാൻ പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, മറ്റേ ഡീസൽ വണ്ടി തണുപ്പിൽ സ്റ്റാർട്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിൽ പോലെ ട്രോപ്പിക്കൽ ടെമ്പറേച്ചറുള്ള, അതായത് പൊതുവേ ചൂടുള്ള ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം ഈ ബയോഫ്യൂവലിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ബയോഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള, മറ്റേ നേച്ചറിനൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് ഡീസലാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതൊരു ജെല്ലി പരുവത്തിലായി മാറും. അപ്പോൾ പിന്നെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിനും പരിപാടികൾക്കൊക്കെ പ്രശ്നമായി മാറുമേ. വേണ്ട, നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ബ്ലാക്ക് ഐസാണ് ഇവിടെ. വേണ്ട, അതായത് നല്ല കട്ടിക്ക് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതെ, കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് കല്ല് കാണാം, പക്ഷെ കല്ലെ തൊടത്തില്ല. കണ്ടില്ലേ, ഇപ്പം തെന്നി തെറിച്ച് വീണേനെ. അപ്പോൾ അതാ വേണ്ട, ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ തെന്നി തെറിച്ച് വീണേനെ. അത് കാരണം ഇപ്പോൾ അത് പറഞ്ഞത്. ബ്ലാക്ക് ഐസ് എന്നാന്ന് ഇടയ്ക്ക് നമ്മളോട് ചോദിക്കുമായിരുന്നു. ഒക്കെ ഡീറ്റെയിൽ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ ഇപ്പോൾ കാനഡയൊക്കെ പോലെ അല്ലെ US-ൻ്റെ ആണെങ്കിലും തണുപ്പ് വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം നമുക്ക് ഈ ബയോഫ്യൂവലിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ട് ഉള്ള നല്ല ക്വാളിറ്റി കൂടിയ ഡീസലായിരിക്കും ഉള്ളത്. അതാകുമ്പോൾ ഈവൻ എത്ര മൈനസ് ടെമ്പറേച്ചറിലും, ഈവൻ നമ്മൾ ഏകദേശം -20 നമ്മുടെ വണ്ടി സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതല്ലേ. വേറെ പ്രത്യേകിച്ച് അഡീഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഡീസൽ യൂസ് ചെയ്യാം. അതേസമയം US-ലെ തന്നെ പൊതുവെ ചൂടുള്ള പ്രദേശങ്ങളായിട്ടുള്ള ടെക്സാസും കാലിഫോർണിയയിലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബയോഡീസലിൻ്റെ അല്ല ബയോഫ്യൂവലിൻ്റെ പ്രസൻസ് കൂടുതലുള്ള ഡീസലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ടാങ്കിലോ അല്ല നമ്മുടെ ട്രക്കിലോ അടിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് ജെല്ലി ആവൂലേ. എന്തായാലും നമ്മൾ ഹൈവേ 401 കയറി നേരെ ലെമിങ്ടൺ ആണ് ലക്ഷ്യം. വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ ജോലിക്കൊക്കെ പോകാനുള്ളവരുടെ തിരക്ക് പയ്യെ ഹൈവേ തുടങ്ങി കേട്ടോ. ഇപ്പോൾ വെള്ളിയാഴ്ചയും കൂടെ ആണല്ലോ. ഇപ്പോൾ രാവിലെ നമുക്ക് എന്തായാലും പോയി ഒരു കാപ്പി മേടിച്ചുകൊണ്ടങ്ങ് പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അബദ്ധം പറ്റിയേ. നമ്മൾ വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ നമ്മുടെ ഫ്ലാസ്കിലെ കറ പോകാൻ വേണ്ടിയിട്ട്, കോഫിയുടെ കറ പോകാൻ വേണ്ടിയിട്ട് സോപ്പൊക്കെ ഇട്ട് നല്ല സൊല്യൂഷനിൽ വെച്ചിരുന്നു. നന്നായിട്ട് കഴുകിക്കൊണ്ട് പോകുന്നതാണെങ്കിലും അവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറന്നുപോയി. പക്ഷേ ഉണ്ടാക്കിക്കൊണ്ട് വന്ന കാപ്പി വഴിക്ക് വെച്ച് രുചിച്ച് നോക്കിയപ്പോഴത്തേക്കും ചെറിയ സോപ്പിൻ്റെ രുചി. കാരണം പിന്നെ ആ കാപ്പി കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. ഈ കാണുന്നത് ഓൺ റൂട്ട് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയാണ്. നമ്മുടെ ഒൻറ്റാറിയോയിൽ ഉള്ള ഫെസിലിറ്റീസാണ് ഈ ഓൺ റൂട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ UK-ലൊക്കെയാണ് സർവീസസ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഹൈവേയുടെ സൈഡിലായിട്ട് പാർക്കിങ്ങും, ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും. ഇതിപ്പോൾ ദാണ്ടെ കേംബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഓൺ റൂട്ട്. അപ്പം ഈ ഓൺ റൂട്ടിൻ്റെ പുറത്ത് തന്നെ നമുക്ക് കാണുന്നതാണ് ഹൈവേ കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടും അതിനുള്ള ഗ്യാസ് സ്റ്റേഷനും, ഇപ്പോൾ കണ്ട പോലെ കുറച്ച് റെസ്റ്റോറൻറ്റുകളും കോഫിയും കാര്യങ്ങളുമൊക്കെ, പിന്നെ നല്ല റെസ്റ്റ് റൂംസും വാഷ്റൂമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫെസിലിറ്റീസാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തത്തിൽ ട്രാവൽ ചെയ്തിട്ട് ഒൻറ്റാറിയോയിലുള്ള ഈ ഓൺ റൂട്ടിനെ വെല്ലാൻ പറ്റുന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഫെസിലിറ്റി നമുക്ക് എങ്ങും ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ ഓക്ലഹോമയിൽ ഇതുപോലെ ചെറിയ ചില സെറ്റപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഒൻറ്റാറിയോയിലെ ഓൺ റൂട്ട് അടിപൊളിയാണ് കേട്ടോ.
വെളുത്ത് 8 മണിയാവുന്നു കേട്ടോ. വലിയ കാര്യമായിട്ട് സൂര്യനൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ചെറിയ രീതിയിലുള്ള സ്നോയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പൗഡർ ഇടുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഫ്ലറീസ് എന്നാണ് പറയുന്നത്. സ്നോ എന്ന് അങ്ങനെ പറയാമല്ല. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പൗഡറൊക്കെ ഇടുന്ന പോലെയുള്ള ഒരു സെറ്റപ്പിൽ അങ്ങനെ വീണുകൊണ്ടിരിക്കും. ഫ്ലറീസ് ആ ഒരു സെറ്റപ്പാണുള്ളത്. -4 കൂടെ ആയതുകൊണ്ട് വെറ്റാണ് പൊതുവെ സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഐസ് സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പോകുന്ന ഈ ലെമിങ്ടൺ ഉണ്ടല്ലോ, ഇത് ഡിട്രോയിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്യുന്ന ബോർഡർ സാർണി ആയിരിക്കില്ല, മിക്കവാറും നമ്മൾ ഡിട്രോയിറ്റ് ആയിരിക്കും ക്രോസ് ചെയ്യുന്നത്. കുറേ നാളായി നമ്മളിപ്പോൾ ഡിട്രോയിറ്റ് ക്രോസ് ചെയ്തിട്ട്, കാരണം കുറേ നാളായിട്ട് നമ്മളിപ്പോൾ സാർണിയാണല്ലോ ക്രോസ് ചെയ്യുന്നത്. എന്തായാലും ലണ്ടൻ അടുക്കുമ്പോഴത്തേക്കും മഞ്ഞ് വീഴ്ച ചെറുതായിട്ട് കനത്ത് കേട്ടോ. ഫ്ലറീസ് എന്നുള്ളതിനൊക്കെ മാറി ഒരു സ്നോ എന്നൊക്കെ പറയാനുള്ള ഒരു സെറ്റപ്പിലേക്കായി. ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പിൽ നമ്മൾ ഒരു ദിവസം നേരത്തെ ഇറങ്ങിയേക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. വെള്ളിയാഴ്ച നമുക്ക് ഇവിടുന്ന് ഒൻറ്റാറിയോയിൽ നിന്ന് ലോഡ് പിക്ക് ചെയ്യണം. പിന്നെ നമുക്ക് തിങ്കളാഴ്ച ഡെലിവറി ചെയ്താൽ മതി കാലിഫോർണിയയിലെ ലിവർമോറിലാണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഞായറാഴ്ച കൊണ്ട് അവിടെ എത്തും. പിന്നെ നമ്മൾ എന്തായാലും ഇത് എടുത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ന്യൂ ഇയർ ജസ്റ്റ് അങ്ങ് കഴിഞ്ഞ് 2-ാം തീയതിയാണല്ലോ ഈ ലോഡ് എടുക്കുന്നത്. അപ്പം ഇനിയും നമ്മൾ ഇത് ചിലപ്പോൾ എടുത്തില്ലെങ്കിൽ അടുത്ത ഒരു ലോഡ് കിട്ടാൻ ഇനിയും താമസിച്ചെന്ന് വരാവേ. കാരണം നമ്മുടെ ഈ ആവശ്യത്തിന് സമയമുണ്ട്. നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഇച്ചിരി ഡ്രോൺ ഷോട്ടൊക്കെ എടുത്ത് ആവശ്യത്തിന് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ചില്ലടിച്ച് പോകാൻ വേണ്ടിയിട്ട്. റോട്ടിലെ മഞ്ഞ് ക്ലിയർ ചെയ്ത് റോട്ടിലൊക്കെ ഉപ്പിട്ട് മറ്റേ ബ്ലാക്ക് ഐസ് എല്ലാം മാറ്റുന്ന, ഉപ്പിടുന്ന എന്തിനാന്നുള്ളതൊക്കെ നമ്മുടെ പഴയ വീഡിയോകളിൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്ന ആ വണ്ടിയാണ് നമ്മളിപ്പോൾ സൈഡിൽ പോയത് കേട്ടോ. നമ്മുടെ നാട്ടിലെ ടിപ്പറൊക്കെ പോലത്തെ വണ്ടികളാണ് അത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിറയെ ഇതുപോലെ ഉപ്പും മണലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഫ്രണ്ടിലെ ആ ഒരു കോരി വെച്ചിട്ട് ഇങ്ങനെ മഞ്ഞ് മുഴുവൻ ഉന്തി മാറ്റി തള്ളിക്കളഞ്ഞ് ആ പുറകിൽ കൂടെ ആ ഉപ്പ് വെച്ച് ഇങ്ങനെ വിതറിക്കൊണ്ട് അതെല്ലാം പോവുകയാണ് റോഡ് ക്ലിയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 401 എന്ന് പറയുന്ന ഹൈവേ ഉണ്ടല്ലോ, ഈ 401 എന്ന് പറയുന്ന ഹൈവേ എൻറ്റയർ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റലിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഹൈവേ ആയി പറയപ്പെടുന്നതും 401 ആണ്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ട്രാവൽ ചെയ്തിരിക്കുന്ന ലോസ് ആഞ്ചലസും സാൻ ഫ്രാൻസിസ്കോയും ലാസ് വെഗാസും എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്ക് 401-ലാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഗതി. ഇപ്പോൾ ഗൂഗിളിലൊക്കെ 401 ഒൻറ്റാറിയോ എന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുവേ. 401 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 401 ഒൻറ്റാറിയോ. കാരണം ഇവിടുത്തെ 400 സീരീസ് ഹൈവേസ് ആണ് കാനഡയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹൈവേസ്. അത് ഒരുമാതിരി എല്ലാം തന്നെ നമ്മുടെ ഒൻറ്റാറിയോയിലാണുള്ളത്. അപ്പം ഇവിടെ സാധാരണ ഈ 0ക്ക് O എന്നാണല്ലോ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് 401 എന്നറിയപ്പെടുന്നത്. 401, 407 അങ്ങനെയൊക്കെ. അങ്ങനെ എന്തായാലും വേണ്ട ലെമിങ്ടൺ അടുത്തു. അപ്പോൾ നമ്മൾ മെയിൻ ഹൈവേ എല്ലാം വിട്ട് ചെറിയ കൺട്രി സൈഡ് റോഡിലേക്ക് കയറിയേക്കുക കേട്ടോ. ഏകദേശം 30 കിലോമീറ്ററും കൂടെയാണ് നമ്മുടെ പിക്കപ്പ് എടുക്കേണ്ട സ്ഥലത്തേക്കുള്ളത്. കൺട്രി സൈഡിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞെല്ലാം വീണിട്ട് ഇവിടെ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപ്പിട്ടിട്ടില്ലേ. കാരണം ചെറുതായിട്ട് തെന്നലൊക്കെ ഉണ്ട് ടയറിൻ്റെ. ഇപ്പം വിൻസർ ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പൊതുവെ റിമോട്ടായിട്ടുള്ള ഫാമിംഗ് ഏരിയസ് ആണ് മൊത്തം. നമ്മൾ വന്നു, ചെക്ക് ഇൻ ചെയ്തു. ഇച്ചിരി തിരക്കായിരുന്നുകൊണ്ട് ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ട ഈ നടുക്ക് കിടക്കുന്ന നമ്പർ 2-ലേക്ക് ബാക്ക് ഇൻ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ബാക്കപ്പ് ചെയ്യാം. വേണ്ട നിലമെല്ലാം നല്ല തെന്നിച്ചാണേ. നമുക്ക് കാണാമല്ലോ, ഐസെല്ലാം മെൽറ്റായി. നമ്മൾ ടയർ കിടന്ന പാളാതെ സൂക്ഷിക്കണം. എന്തായാലും വേണ്ട നമ്മൾ ഡോക്കിൽ ബാക്കപ്പും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഈ ഗ്രീൻ ലൈറ്റ് ഉണ്ടല്ലോ,
ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ആവും അവർ ലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളിത് അനക്കാൻ പാടില്ല. പിന്നീട് അത് തിരിച്ച് ഗ്രീനിലേക്ക് മാറുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി മുന്നോട്ട് വലിച്ചിട്ട് പോയി പേപ്പർ വർക്കും മേടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. കാരണം ഈ മഞ്ഞ് വീണിട്ടേ മുന്നോട്ട് ചെളിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കുറേ വേണ്ട ഈ മുന്നോട്ടുള്ളതൊന്നും ടാറല്ല, നല്ല ചെളിയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് കഴിയുമ്പോഴത്തേക്കും നിന്ന് കറങ്ങുക, അങ്ങനെ പെട്ടുപോയാൽ പെട്ടുപോകും.